എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോൾ എന്തിനാണോ നിങ്ങൾ ചിരിക്കുന്നത്? ആ മനുഷ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഈ കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം ചിരിച്ചു തള്ളുന്നത് എന്തിനാണ്? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ ചിരിച്ചു തള്ളുന്നത്? എന്തായാലും അണ്ണൻ എന്താണോ പറയാനുള്ളത് അന്ന് കേട്ടിട്ട് വരാം. വരി. കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഇങ്ങനൊരു തീരുമാനം ആരെയും കുറ്റം പറയാൻ പറ്റൂല. ഇമാതിരി കോമഡിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരായാലും ചിരിച്ചു. അല്ലാണ്ട് എന്താ പറയാ? എറണാകുളത്ത് സമരം നടത്തുന്ന 8 കുടുംബങ്ങൾ അവിടെ നിന്ന് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ, കോടതി ഉത്തരവ് മാനിച്ച് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ, അണ്ണൻ പറയുകയാണ് അവർക്ക് സ്ഥലവും കൊടുത്ത് വീടും വെച്ചു കൊടുക്കുമെന്നാണ് അണ്ണൻ പറയുന്നത്. അതായത് പുനരധിവസിക്കും, മാറ്റിപ്പാർപ്പിക്കും എന്നാണ് അണ്ണൻ പറയുന്നത്. ആകെ പോട്ട് സതീഷ് അണ്ണ, നിങ്ങൾ വയനാട് എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്ത്? ആദ്യം അതൊന്ന് പറയും. നിങ്ങൾ വയനാട് 300 കോടിയോളം പിരിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്. ലീഗ് 50 വീട് വെച്ചു കൊടുത്തു. ഓക്കെ, ലീഗ് പിരിച്ചതിൽ ലീഗ് ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു. ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് അതിൻ്റെ പരിപാടികളൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ്റും ചെയ്ത്. ആ പോട്ട് നിങ്ങൾ 300 കോടിയോളം വയനാടിന് വേണ്ടി പിരിച്ചിട്ട് നിങ്ങൾ എത്ര വീട് വെച്ചു കൊടുത്ത്? നിങ്ങൾ എത്ര പുനരധിവസിപ്പിച്ച് ജനങ്ങളെ പറയും? വയനാട്ടിൽ 500ഓളം പേര് മരണപ്പെട്ടു. അവരുടെ പൈസ പിരിച്ച് തിന്ന ശവം തൂക്കികളല്ലേ അണ്ണാ നിങ്ങൾ? നിങ്ങളെ വാക്ക് വിശ്വസിച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുമോ? പറയും. നിങ്ങളെ വാക്കും വിശ്വസിച്ചിട്ട് അവർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കിടക്കാട ഇപ്പം ഉള്ളത് തന്നെ പോകില്ല അണ്ണ. സതീഷണ്ണ എന്തൊരു പറയും. നിങ്ങൾ എത്ര വീട് വെച്ചു കൊടുത്ത് വയനാട്? നിങ്ങൾ 2018 പിന്നെ വെള്ളപ്പൊക്കം വന്നപ്പോൾ പുനർജനി പദ്ധതി എന്ന് പറഞ്ഞിട്ട് ലോകരാജ്യങ്ങൾ, ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പിരിച്ച് നിങ്ങൾ 30 സെക്കൻഡ് കൊണ്ട് 300 വീട് പുനർജനി പദ്ധതിയിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ പറവൂരിൽ തന്നെ നിങ്ങൾ വെച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. ഒരു വീട് കാണിച്ചേരി നിങ്ങൾ, ഒരു വീട്. 2018 KPCC ഒരു 1001 വീട് പ്രഖ്യാപിച്ച്. എവിടെ? യൂത്ത് കോൺഗ്രസ് ഒരു 30 വീട് പ്രഖ്യാപിച്ചു വയനാട് ദുരന്തത്തിൽ. എവിടെ പുനരധിവസിപ്പിച്ചു? എവിടെ വീട് വെച്ചു കൊടുത്തു നിങ്ങൾ? എവിടെ പൈസ? ഒന്ന് പറയും. നിങ്ങളുടെ വാക്കും കേട്ട് ഈ 8 കുടുംബങ്ങൾ വഴിയാധാരമാവണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇന്നേ വരെ പറഞ്ഞ കാര്യം തന്നെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ പറഞ്ഞത്? അധികാരത്തിലേറി 5-ാം ദിവസം KSRTC ബസ്സിൽ സൗജന്യ യാത്രയാക്കുമെന്ന്. നിങ്ങൾ കയറിയിട്ട് ഇപ്പോൾ എത്രയായി? ഒരു മാസം ആവാൻ പോകണം. എവിടെയാ? അടുത്ത 15-ന് ഇതെന്താ കേരള ലോട്ടറിയോ? നിങ്ങൾ കയറിയപ്പോൾ തന്നെ റേഷന് 2 രൂപ കൂട്ടി, അരിക്ക് പാലിന് 4 രൂപ കൂട്ടി, പെട്രോളിന് വില കൂടുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മിണ്ടിയോ? നിങ്ങളെ വാക്കും വിശ്വസിച്ചിട്ട് അവിടെ കിടക്കുന്ന ജനങ്ങൾ അവർ ജീവിച്ച ഭൂമിയും വിട്ട് മാറണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പുനരധിവസിപ്പിക്കുമെന്ന്. നിങ്ങൾ വയനാടിന് വേണ്ടി കോടി പിരിച്ച നിങ്ങൾ പുനർജനി പദ്ധതിയിൽ കോടികൾ പിരിച്ചിട്ട് മുക്കിയ നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നു, അവരെ പുനരധിവസിപ്പിക്കുന്നു. നിങ്ങളെ വാക്കും കേട്ടിട്ട് അവർ മാറണമെന്ന് മൂഞ്ചിയത് തന്നെ നിങ്ങൾ ഊമ്പാസ്തിയ കൊണാസ്തിയ എന്ന് പറയേണ്ടി വരും. അതായത് ഊമ്പി അത് തന്നെ, വേറൊന്നും പറയാനില്ല.